لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقال النبي صلى الله عليه وسلم: نعمتان مغبون فيهما كثير من الناس الصحة والفراغ. صدق رسول الله صلى الله عليه وسلم. يا ربي صل على من هل بالهرم طه الرسول الذي قد خص بالكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. اعلموا يا أمة محمد صلى الله عليه وسلم. ഏറ്റവും ബഹുമാനാദരം നിറഞ്ഞ ഉസ്താദുമാർ, ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹുവിന്റെ മഹദ് ഫദ്ല് കൊണ്ട് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മേവരെയും ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമളാൻ നമ്മിലേക്ക് ആഗതമായി കൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല ദിവസങ്ങൾ നമ്മിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല സമയങ്ങൾ നമ്മിലേക്ക് ആഗതമായി കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് നല്ല നിലക്കുള്ള ഇബാദത്താണ് ആവശ്യമായിട്ടുള്ളത്. സമയം കളയാതെ റമളാനിന്റെ ഓരോ സെക്കൻഡും നമുക്ക് വലിയ മുതൽക്കൂട്ടാണ്. ആ റമളാനിന്റെ ഓരോ സെക്കൻഡും നാം നഷ്ടപ്പെടുത്താതെ ഉപയോഗിക്കണം. റമളാനിൽ സമയം കളയുന്നവർ പരിപാട്ടം നമ്മിൽ വരാൻ പാടില്ല. റമളാനിൽ സമയം കളഞ്ഞാൽ വലിയ നഷ്ടമാണ്. നമുക്കറിയാം, ഇന്ന് ആധുനിക ലോകത്ത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും മുഴുകിയിരിക്കുകയാണ്. എല്ലാവരും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലുമായി സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സമയങ്ങളും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ സോഷ്യൽ മീഡിയ ഇന്ന് എങ്ങനെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ താല്പര്യത്തിനനുസരിച്ചാണ് സോഷ്യൽ മീഡിയ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഒരാൾക്ക് നല്ല കോമഡിയോടാണ് നല്ല താല്പര്യമെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോണിൽ യൂട്യൂബ് എടുത്താലും ഫേസ്ബുക്ക് എടുത്താലും അദ്ദേഹത്തിന് കോമഡീസുകളാണ് വരുന്നത്. ഒരാൾക്ക് നല്ല സ്പോർട്സിനോടാണ് താല്പര്യമെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോൺ എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിന്റെ യൂട്യൂബിലും എല്ലാത്തിലും സ്പോർട്സിന്റെ വീഡിയോസുകളാണ് വരുന്നത്. നമ്മുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഇന്ന് സോഷ്യൽ മീഡിയ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ബാക്കിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് പ്രവർത്തിക്കുന്നുണ്ട്. നാം ഒരു കോമഡി നോക്കിയാൽ നമുക്ക് അടുത്ത കോമഡി എന്തായാലും നോക്കണം, കാരണം അതുപോലത്തെ ഒരു കോമഡി ആയിരിക്കും. ഇനി അത് നോക്കിയാലോ അതിന്റെ അപ്പുറത്തെ കോമഡി നമ്മൾ നോക്കും, അതിന്റെ അപ്പുറത്തെ ന്യൂസ് നമ്മൾ നോക്കും. അങ്ങനെ സമയം നഷ്ടപ്പെട്ടു പോകും. നമുക്കറിയാതെ നമ്മുടെ സമയങ്ങൾ നഷ്ടപ്പെട്ടു പോകും. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ സമയത്തിൽ നമുക്ക് റമദാൻ വരുമ്പോൾ നാം തീരുമാനമെടുക്കണം, നമ്മുടെ ഫോണുകളൊന്ന് നാം മാറ്റിവെക്കണം. പരമാവധി ശ്രമിക്കണം നമ്മുടെ ഫോണൊന്ന് മാറ്റിവെച്ചാൽ തന്നെ നമുക്ക് റമദാനിൽ ധാരാളമായി ഇബാദത്തെടുക്കാൻ കഴിയും. സമയം നഷ്ടപ്പെടുത്തുന്ന ഒരു രൂപം നമ്മിൽ വരാൻ പാടില്ല. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ്. രണ്ട് നിഅമത്തുകൾ ഭൂരിഭാഗം ആളുകളും നഷ്ടപ്പെടുത്തുന്ന രണ്ട് നിഅമത്തുകൾ, അസ്സഹ്ഹത്തു വൽ ഫറാഗ്, നല്ല ആരോഗ്യ സന്ദർഭം. ഒരാൾക്ക് നല്ല ആരോഗ്യ സന്ദർഭം ഉണ്ടാകുമ്പോൾ ഇബാദത്ത് എടുക്കൂല, അതിനെ നഷ്ടപ്പെടുത്തും. അതേപോലെ വൽ ഫറാഗ്, ഫ്രീ ടൈം, സമയം കിട്ടുമ്പോൾ അതിനെ നഷ്ടപ്പെടുത്തും, ഇബാദത്ത് എടുക്കൂല, അല്ലാഹുവിന്റെ ത്വഅത്തിനായി ഉപയോഗിക്കൂല, അതിനെ നഷ്ടപ്പെടുത്തും. മഹാനായ ഹാഫിദ് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് ആ മഹാൻ തന്റെ മകനോട് ധാരാളമായി ഉപദേശം നൽകുകയാണ്. തന്റെ മകന് വേണ്ടി ഉപദേശം നൽകാൻ വേണ്ടി ഒരു കിതാബ് തന്നെ രചിക്കുകയാണ്. ലഖ്തത്തുൽ കബീദ് ഇലാ നസീഹത്തിൽ വലദ് എന്നുള്ള ഗ്രന്ഥം എഴുതുകയാണ്. ആ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ പറയുന്ന ഒരു വിഷയം, മോനെ സമയം നഷ്ടപ്പെടുത്തരുത്, സമയം അമൂല്യമാണ്, സമയം ജീവിതത്തിൽ സമയം നഷ്ടപ്പെടുത്തുന്ന ഒരു രൂപം തരരുത് മോനെ. മുൻകഴിഞ്ഞ സലഫ് സ്വാലിഹീങ്ങൾ അവർ സമയം നഷ്ടപ്പെടുത്തൂലായിരുന്നു. സുബ്ഹാനല്ലാഹ്. മഹാനായ ആമിർ ഇബ്നു അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹു, മഹാന്റെ അടുക്കലേക്ക് ഒരാൾ വന്നു പറഞ്ഞു, ഒന്ന് ജസ്റ്റ് നിൽക്കാമോ, എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്, ഒന്ന് നിൽക്കാമോ എന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ ഇല്ല. മഹാനവറുകൾ പറഞ്ഞത്, അംസിക് ശംസ, നിങ്ങളോട് ഞാൻ സംസാരിക്കണമെങ്കിൽ ആ കാണുന്ന സൂര്യത്തെ നിങ്ങൾ പിടിച്ചു നിർത്തണം, സമയത്തെ പിടിച്ചു നിർത്തണം, എന്നാലേ ഞാൻ സംസാരിക്കുകയുള്ളൂ. അത്രയും സമയത്തിന് മഹത്വം കൽപ്പിച്ചു. സലഫ് സ്വാലിഹീങ്ങൾ എല്ലാവരും അങ്ങനെയാണ്. സലഫ് സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു മഹാൻ തന്റെ മരണാസന്ന വേളയിൽ പൊട്ടിക്കരയാണ്. ജനങ്ങൾ ഒത്തുകൂടി, ജനങ്ങൾ ചോദിച്ചു, മാ യുബ്കീക, എന്തിനു വേണ്ടിയിട്ടാണ് കരയുന്നത്? ഈ ഇത്രയും വലിയ ആലിമും ആബിദുമായ നിങ്ങൾ ഈ സമയത്ത് എന്തിനു വേണ്ടിയിട്ടാണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറയാണ്, അലാ യൗമിൻ മളാ മാ സുൻതുഹു വഅലാ ലൈലത്തിൻ ദഹബത് മാ കുൻതുഹാ. എന്റെ ജീവിതത്തിൽ ഒരു ദിവസം കഴിഞ്ഞു പോയിട്ടുണ്ട്, ആ ഒരു ദിവസത്തിൽ എനിക്ക് നിസ്കരിക്കാൻ സാധിച്ചില്ല. എന്റെ ജീവിതത്തിൽ ഒരു രാത്രി കഴിഞ്ഞു പോയിട്ടുണ്ട്, ആ രാത്രി എനിക്ക് നിസ്കരിക്കാൻ സാധിച്ചില്ല. ഒരു ദിവസത്തിൽ എനിക്ക് നോമ്പ് നോൽക്കാൻ സാധിച്ചില്ല. ആ ഒരു ദിവസത്തെ ഞാൻ ഓർത്തുകൊണ്ട് ഞാൻ പൊട്ടിക്കരയാണ്. റബ്ബ് എന്നോട് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് നീ നിസ്കരിക്കാത്തത്, എന്തുകൊണ്ടാണ് നോമ്പ് നോൽക്കാത്തത് എന്ന് ചോദിച്ചാൽ എന്നോട് മറുപടിയില്ല. സുബ്ഹാനല്ലാഹ്. ജീവിത
ജീവിതത്തിൽ ഒരു ദിവസം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അവർക്ക് വലിയ വിഷമമാണ്, വലിയ ദുഃഖമാണ്. മഹദി റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹാ രാത്രി മുഴുവനും നിസ്കരിക്കുന്ന മഹദിയായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം രാത്രി ഫുള്ള് നിസ്കരിച്ചു, രാത്രി മുഴുവനായി നിസ്കരിച്ചു, രാത്രി മുഴുവനായി നിസ്കരിച്ചു. സുബഹിയുടെ സമയമാകുമ്പോൾ മഹദിക്ക് ചെറിയ ഉറക്കം വരികയാണ്, ചെറിയൊരു ഉറക്കം വരികയാണ്. മഹദി ഉറങ്ങിപ്പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മഹദിക്ക് പെട്ടെന്ന് ഉണരുകയാണ്. മഹദി ഉണർന്നപ്പോൾ മഹദിക്ക് വലിയ ദുഃഖമായി പോയി, വലിയ വിഷമമായി പോയി. എന്റെ സമയം നഷ്ടപ്പെട്ടു പോയല്ലോ, എന്റെ ഇബാദത്തുകൾ ബാക്കിയായി പോയല്ലോ. മഹദി തന്റെ നഫ്സിനോട് പറയാണ്, അന്നൗമു ഫിൽ ഖബരി ഖബീലൂൻ. ഓ നഫ്സേ, ഇത് ഉറങ്ങാനുള്ള സ്ഥലമല്ല, ഉറങ്ങാനുള്ള സ്ഥലം അത് ഖബറാണ് കേട്ടോ. ഇത് ഉറങ്ങാനുള്ള സ്ഥലമല്ല, ഖബറിൽ പോയിട്ടാണ് ഉറങ്ങേണ്ടത്, അവിടെയാണ് വിശ്രമിക്കേണ്ട സ്ഥലം. സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്കറിയുമോ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു റമളാൻ വന്നാൽ പിന്നെ ഉറക്കില്ല. രാവിലെയായാൽ യസ്ഉദു സറഅ ബിന്നഹാരി വയുസല്ലി ബില്ലൈലി. രാവിലെയായാൽ കൃഷി ചെയ്യും, രാത്രിയായാൽ നിസ്കരിക്കും. അങ്ങനെ 30 ദിവസവും ഉറങ്ങാത്ത മഹാനാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, അങ്ങനെ മഹത്തുക്കൾ റമളാൻ മുഴുവനും ഉറങ്ങാതെ ജീവിച്ചു. സുബ്ഹാനല്ലാഹ്, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അത്ഭുതമാണ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ റമളാനുകൾ ഉറക്കിന്റെ മാസമായി പോകുന്നുണ്ടോ? നമ്മുടെ റമളാൻ സുബ്ഹി നിസ്കരിച്ച ഉടനെ നാം ഉറങ്ങുകയാണ്. ഉറങ്ങിക്കൊണ്ട് 11 മണി 12 മണി നമ്മുടെ പകുതി സമയം ഉറക്കിലായി പോകുകയാണ് റമളാനിൽ. പിന്നെ ഇബാദത്ത് എടുക്കാൻ എവിടെ സമയം? നമ്മുടെ റമളാൻ ഉറക്കിലായി പോകുന്നുണ്ട്, പിന്നെ നാം ഫോണിലായി. നമ്മുടെ ഖുർആനോത്ത് എവിടെ? നമുക്ക് ഖുർആനോതാൻ സമയമില്ല, നിസ്കരിക്കാൻ സമയമില്ല, ഉറങ്ങാനേ സമയമുള്ളൂ. സലഫ് സ്വാലിഹീങ്ങൾ അങ്ങനെയായിരുന്നില്ല, റമളാൻ മുഴുവനും ഉറങ്ങിയില്ല. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു. അങ്ങനത്തെ മഹത്തുക്കൾ നമുക്ക് ഈ റമളാനിൽ വലിയൊരു തീരുമാനമെടുക്കണം. ഈ റമളാനിൽ ഒരു സമയം പോലും നഷ്ടപ്പെടുത്താതെ എല്ലാ സമയവും ഇബാദത്തിലായി, ഖുർആനോത്തിലായി, നിസ്കാരത്തിലായി, ഈതികാഫിലായി ഞാൻ ചെലവഴിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമതായി നമുക്ക് റമളാനിൽ വേണ്ടത്, റമളാൻ ആഗതമാവുകയാണ്. ഈ റമളാൻ വരുമ്പോൾ നാം എല്ലാവർക്കും മാപ്പ് ചെയ്തു കൊടുക്കണം, പരസ്പരം മാപ്പ് ചെയ്തു കൊടുക്കണം. നമുക്ക് ആരോടും വൈരാഗ്യം വേണ്ട, ആരോടും വിദ്വേഷം വേണ്ട, ആരോടും പകയും വേണ്ട. എല്ലാവർക്കും മാപ്പ് ചെയ്തു കൊടുക്കണം, അങ്ങോട്ട് പോയി മാപ്പ് ചെയ്തു കൊടുക്കണം. സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണ് ഉസ്താദേ അങ്ങോട്ട് പോയി മാപ്പ് ചെയ്തു കൊടുക്കാൻ കഴിയുമോ? അവനല്ലേ എന്നെ ഗീബത്ത് പറഞ്ഞത്, അവനല്ലേ എന്നെ ആക്രമിച്ചത്, അവനല്ലേ എന്നോട് മാപ്പ് ചോദിക്കേണ്ടത്, ഞാനാണോ അങ്ങോട്ട് പോയി മാപ്പ് ചോദിക്കേണ്ടത്? സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്കറിയുമോ മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്.
ജീവിതത്തിലെ എത്രയോ കിതാബുകൾ രചിച്ച മഹാനാണ്. 46 വയസ്സ് മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. ഒരാൾ 46 വയസ്സ് ജീവിച്ച് അദ്ദേഹം ദിവസവും ഒരു പേജ് കിതാബ് എഴുതിയാൽ ഇമാം നബവിയുടെ കിതാബിനോളം ആവൂല. അത്രയും കിതാബുകൾ രചിച്ച പണ്ഡിതനാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു. ആ മഹാന്റെ ഒരിക്കൽ ഒരു കള്ളൻ വന്ന് മഹാന്റെ തൊപ്പി കട്ടുകൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്. ഒരു കള്ളൻ വന്ന് ഇമാം നബവിയുടെ തൊപ്പി കട്ടുകൊണ്ടുപോയി. അങ്ങനെ ഇമാം നബവി ആ കള്ളന്റെ ബാക്കിലൂടെ ഓടുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇമാം നബവി ആ കള്ളനെ പിടിക്കാൻ വേണ്ടിയിട്ടല്ല, ആ കള്ളനോട് പറയാൻ വേണ്ടിയിട്ടാണ്, നിനക്ക് ഞാൻ മാപ്പ് നൽകിയിരിക്കുന്നു, ആ തൊപ്പി എനിക്ക് വേണ്ട എന്ന് പറയാൻ വേണ്ടി ഇമാം നബവി അവന്റെ ബാക്കിലൂടെ ഓടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇത് കണ്ട കള്ളൻ ഒന്നും കൂടി സ്പീഡാക്കുകയാണ്. എന്നെ പിടികൂടാൻ വേണ്ടി ഇമാം നബവി വരുന്നുണ്ട് എന്ന് വിചാരിച്ചവൻ ഒന്നും കൂടി സ്പീഡാക്കുകയാണ്. സ്പീഡാക്കുമ്പോൾ ഇമാം നബവി തങ്ങൾക്ക് ഓടാൻ കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഇമാം നബവി തങ്ങൾ അവിടെ തന്നെ നിന്നു. ഇമാം നബവി തങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഓ മോനെ, എനിക്കാ തൊപ്പി വേണ്ട, അതിന്റെ ഉടമസ്ഥാവകാശം നിനക്ക് ഞാൻ തന്നിരിക്കുന്നു, ആ തൊപ്പി നിനക്ക് തന്നെ. ഇതാണ് അങ്ങോട്ട് പോയി മാപ്പ് കൊടുക്കുക. നമ്മുടെ കിബർ നമുക്ക് സമ്മതിക്കുന്നില്ലെങ്കിലും നാം നമ്മെ വേദനിപ്പിച്ചവരെ, നമ്മെ ആക്രമിച്ചവരെ നാം അങ്ങോട്ട് പോയി മാപ്പ് കൊടുക്കണം. ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ അഫ്വിനെ, നിങ്ങൾ വിട്ടുവീഴ്ചയെ നിങ്ങൾ പഠിക്കുക. അങ്ങനെ വിട്ടുവീഴ്ചയെ, ആരോടും ഒരു വൈരാഗ്യമില്ലാതെ, ആരോടും ഒരു പകയുമില്ലാതെ, ആരോടും ഒരു വിദ്വേഷമില്ലാതെ, ആരോടും ഒരു ദ്വേഷമില്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, ഓ മോനെ, ഇൻ ഖദ്ദർത അൻ തുസ്ബിഹ വ തുംസിയ ലൈസ ഫീ ഖൽബിക ശുല്ലി അഹദിൻ ഫഖൽ. ഓ അനസേ, നിന്റെ ജീവിതത്തിൽ നിനക്ക് ആരോടും പകയില്ലാതെ, ആരോടും വൈരാഗ്യമില്ലാതെ, ആരോടും വിദ്വേഷമില്ലാതെ നിനക്ക് ജീവിക്കാൻ കഴിയുമോ? അങ്ങനെ ജീവിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ജീവിച്ചോ അനസേ. സുന്നത്തി, അതെന്റെ സുന്നത്താണ്. സുന്നത്തി, വല്ലവരുത്തരും എന്റെ സുന്നത്തിനെ ഹയാത്താക്കിയാൽ ഫഖദ് അഹബ്ബനി, അവൻ എന്നെ ഇഷ്ടം വെച്ചവനാണ്. ومن أحبني كان معي في الجنة, അവൻ സ്വർഗത്തിൽ എന്റെ കൂടെയാണ്. സുബ്ഹാനല്ലാഹ്. ആ നിലക്ക് നല്ല മനസ്സിന്റെ, ആരോടും പകയില്ലാത്ത നല്ല സംശുദ്ധമായ മനസ്സ് നമുക്ക് റമദാനിൽ വേണം. അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ. നമ്മുടെ നിയ്യത്തുകളെ നാം നന്നാക്കണം. നല്ല നിയ്യത്ത് വേണം. റമദാൻ വരുമ്പോൾ നമുക്കൊരു കഷ്ടപ്പാടിന്റെ ഒരു നിയ്യത്ത് വരാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, റമദാൻ വന്നല്ലോ, ഇനി ഭക്ഷണം കഴിക്കാനില്ല, സുബ്ഹിക്ക് നാസ്തമില്ല, ഇനി അസർക്ക് ചായയില്ല, ഇങ്ങനെ ഒരു ചിന്ത നമുക്ക് വരാൻ പാടില്ല. നല്ല കൽബോടുകൂടെ, സലീമായ കൽബോടുകൂടെ റമദാൻ വരികയാണ്, എനിക്ക് ഇത്രമാത്രം നല്ല ഇബാദത്ത് എടുക്കണം, ഇതുവരെ എടുക്കാത്ത ഇബാദത്തുകൾ എനിക്ക് എടുക്കണം. അങ്ങനെ നല്ല ഇബാദത്ത്, നല്ല മനസ്സോടുകൂടെ നാം റമദാനിനെ വരവേൽക്കണം. മൻ സ്വാമ റമദാന ഈമാനം വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അതേ, ഒരാൾ
നോക്കിയാൽ നല്ല ഈമാനോടുകൂടെ അള്ളാഹുവിന്റെ പ്രീതി ആകാംക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലം ആകാംക്ഷിച്ചുകൊണ്ട് ഒരാൾ റമദാൻ നോക്കെടുത്താൽ അദ്ദേഹത്തിന് എല്ലാ ദോഷങ്ങളെയും അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചില്ലേ, അസ്വിയാമു ജുന്നത്തുൻ, നോമ്പെന്നുള്ളത് ഒരു പരിചയാണ്. എല്ലാ തെറ്റിൽ നിന്നും നമ്മെ തെറ്റിൽ നിന്ന് കാക്കുന്നതായ, തെറ്റിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു പരിചയാണ്. റമദാൻ വന്നാൽ പിന്നെ നമുക്ക് ഹറാമിലേക്ക് ചിന്തയില്ല. റമദാൻ വന്നാൽ തെറ്റിലേക്കുള്ള നടത്തമില്ല, തെറ്റ് കേൾക്കാനില്ല, തെറ്റ് കാണാനില്ല. റമദാൻ വന്നാൽ ലഅല്ലകും തത്തഖൂൻ, റമദാൻ വരുന്നത് തന്നെ നാം തഖ്വയുള്ളവരാവാൻ വേണ്ടിയിട്ടാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ ഇബ്നു ഉമർ തങ്ങൾ ഒരു ദിവസം ഇങ്ങനെ മലഞ്ചെരുവിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. ആരാരുമില്ലാത്ത ഒരു മലഞ്ചെരുവാണ്. ആരുമില്ല, ചുറ്റും ആരുമില്ല. വിദൂരത്തിൽ ഒരാളിങ്ങനെ വരുന്നുണ്ട്, ഒരു ആട്ടിടയൻ വരുന്നുണ്ട്, വലിയ ആട്ടും കൂട്ടമായി ഒരാൾ വരുന്നുണ്ട്. മഹാനായ ഇബ്നു ഉമർ തങ്ങൾ ആ ആട്ടിടയന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ ആട്ടിടയന്റെ അടുത്തേക്ക് ചെന്നു മഹാനവറുകൾ പറയാണ്, യാ റായിബി ശാതം മിൻ ഹാദൽ ഗനമി, ഓ ആട്ടിടയനേ, ഇത്ര വലിയ ആട്ടും കൂട്ട നിന്റെ അടുത്തുണ്ടല്ലോ, ഇത്ര വലിയ ആടിന്റെ സമൂഹമേ നിന്റെ അടുത്തുണ്ടല്ലോ, അതിൽ നിന്ന് എനിക്കൊരു ആടിനെ വിൽക്കാമോ, എനിക്കൊരു ആടിനെ വിൽക്കുമോ? സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് ആ മനുഷ്യൻ പറയാണ്, ഇന്നഹാ ലൈസത് ലീ ഇന്നഹാ ലിമൗലായ, ഈ ആടുകൾ എന്റേതല്ല, ഈ ആടുകൾ എന്റെ മുതലാളിയുടേതാണ്, എന്റെ ഉടമസ്ഥന്റേതാണ്, എനിക്ക് വിൽക്കാനുള്ള യാതൊരു അർഹതയുമില്ല, എന്റെ ആടല്ല, എനിക്ക് വിൽക്കാനുള്ള അധികാരവും എനിക്ക് ഉടമസ്ഥൻ തന്നിട്ടില്ല. ആ സമയത്ത് ഇബ്നു ഉമർ തങ്ങൾ ഒന്ന് പരീക്ഷിക്കാണ്, ഈ ആട്ടിടയനൊന്ന് പരീക്ഷിക്കാണ്. ഇബ്നു ഉമർ തങ്ങൾ ചോദിച്ചു, ഓ മോനെ, നിനക്ക് ഞാൻ ഡബിൾ പൈസ തരാം. ഒരു ആടിന്റെ വില 1000 ആണോ? എന്നാൽ ഞാൻ 2000 തരാം. എനിക്കൊരു ആടിനെ നീ വിൽക്കണം. സുബ്ഹാനല്ലാഹ്. ആ സമയത്തും ആട്ടിടയൻ പറയാണ്, ഇന്നഹാ ലൈസത് ലീ വഇന്നഹാ ലിമൗലായ, ഇത് എന്റെ ആടല്ല, ഇത് എന്റെ ഉടമസ്ഥന്റെ ആടാണ്, എനിക്ക് വിൽക്കാനുള്ള അധികാരമില്ല. ഇബ്നു ഉമർ തങ്ങൾ വീണ്ടും ചോദിക്കാണ്, എനിക്കൊരു ആടിനെ വിൽക്കൂ, നിനക്ക് ഡബിൾ പൈസ ഞാൻ തരാം. ഒരാട് നഷ്ടപ്പെട്ടാൽ ഉടമസ്ഥൻ ചോദിച്ചാൽ, എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ഉടമസ്ഥനോട് അത് ചെന്നായ പിടിച്ചുകൊണ്ടുപോയെന്ന് പറഞ്ഞാൽ പോരെ, അത് ചെന്നായ വന്ന് പിടിച്ചുകൊണ്ടുപോയെന്ന് പറഞ്ഞാൽ പോരെ, നിനക്ക് ഡബിൾ പൈസമാണ് കിട്ടാൻ പോകുന്നത്. സുബ്ഹാനല്ലാഹ്. ആരുമില്ല, കാണാനാരുമില്ല, കേൾക്കാനാരുമില്ല, ഉടമസ്ഥനില്ല, നാട്ടുകാരും ആരുമില്ല. ആ സന്ദർഭത്തിൽ ആട്ടിടയൻ പറയാണ്, ഓ ഇബ്നു ഉമർ തങ്ങളെ, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെ,
നിങ്ങൾ എനിക്ക് ഡബിൾ പൈസ തരും, ശരി തന്നെ. ഇനി ഉടമസ്ഥൻ ചോദിച്ചാൽ എവിടെ പോയി, നഷ്ടപ്പെട്ട ആൾ എവിടെ പോയി എന്ന് ചോദിച്ചാൽ അത് ചെന്നായ പിടിച്ചു കൊണ്ടുപോയെന്ന് പറയാം, ശരി തന്നെ. എന്നാൽ ഒരു ചോദ്യം ബാക്കിയില്ലേ, ഒരു ചോദ്യം ബാക്കിയില്ലേ. എല്ലാം കാണുന്ന റബ്ബായ രാജാധിരാജനായ അല്ലാഹു കാണുന്നില്ലേ? ഞാൻ ഈ ആടിനെ വിറ്റാൽ റബ്ബായ രാജാധിരാജനായ അല്ലാഹു കാണുന്നില്ലേ? സുബ്ഹാനല്ലാഹ്. എന്തൊരു അത്ഭുതമാണ്, എന്തൊരു മറുപടിയാണ്. ഓ എന്റെ ചെറുപ്പക്കാരാ, ഈ രാത്രിയുടെ ഇരുട്ടുമറയിലൂടെ നീ ഹറാമിനെ കാണുന്നുണ്ടോ? ഹറാമായ വീഡിയോസുകൾ നീ കാണുന്നുണ്ടോ? വേണ്ടാത്ത വീഡിയോസുകൾ നീ കാണുന്നുണ്ടോ? അന്യ പെണ്ണിനോട് ചാറ്റിംഗ് ചെയ്യുന്നുണ്ടോ? ആരും കാണുന്നില്ല, നിന്റെ പ്രൈവറ്റ് റൂമാണ്, ആരും കാണുന്നില്ല. ഉപ്പ കാണുന്നില്ല, ഉമ്മ കാണുന്നില്ല, സഹോദരന്മാർ കാണുന്നില്ല. എല്ലാം ശരി തന്നെ, പക്ഷേ ഏത് രാത്രിയിലാണെങ്കിലും അല്ലാഹു കാണുന്നില്ല. ഏത് തെറ്റ് ചെയ്യാണെങ്കിലും നിന്റെ റബ്ബ് കാണുന്നില്ല. സുബ്ഹാനല്ലാഹ്. ആട്ടിടയൻ എന്തൊരു മറുപടിയാണ് പറയുന്നത്. ഇബ്നു മുർതങ്ങൾ പൊട്ടിക്കരയാൻ തുടങ്ങി. ഒരു ആട്ടിടയന്റെ വക്കലിൽ നിന്ന് ഇങ്ങനെയുള്ള മറുപടി കേട്ടപ്പോൾ ഇബ്നു മുർതങ്ങൾക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല, പൊട്ടിക്കരയാണ്. ഇബ്നു മുർതങ്ങൾ ആ ആട്ടിടയനെ വിളിച്ച് നേരെ ഉടമസ്ഥന്റെ അരികിലേക്ക് പോവുകയാണ്. ആ മുതലാളിയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് മുതലാളിയോട് പറയാണ്, ഓ ഉടമസ്ഥനെ, ഈ ആടുകളെ, ഈ ആട്ടിടയനെ നീ വിൽക്കണം, ഈ ആട്ടിടയനെ നീ മോചിപ്പിക്കണം. സുബ്ഹാനല്ലാഹ്. ഒരു ഹറാമിനെ കാത്തപ്പോൾ, ഒരു ഹറാമിനെ സംരക്ഷിച്ചപ്പോൾ അല്ലാഹു തആല ഹലാലായ ധാരാളം സമ്പത്തിനെ അല്ലാഹു തആല നൽകി. ഇതാണ് ഹറാമിനെ നാം സൂക്ഷിക്കണം. റമദാൻ വരുമ്പോൾ ധാരാളമായി ഇബാദത്ത് ചെയ്യും, പക്ഷേ ഹറാമിനെ സൂക്ഷിക്കുന്നില്ല. അന്യ പെണ്ണിനെ കാണുന്നുണ്ട്, അന്യ മ്യൂസിക്കുള്ള പാട്ടുകൾ കേൾക്കുന്നുണ്ട്, വേണ്ടാത്ത വീഡിയോസുകൾ കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഇത്തഖിൽ മഹാരിൻ തകുൻ അബദന്നാസ്, യുത്തഖിൽ മഹാരിൻ തകുൻ അബദന്നാസ്. ഓ മോനെ, നിനക്ക് ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ആബിദാവണമെന്നുണ്ടോ? നീ ധാരാളമായി നിസ്കരിക്കുമെന്ന് നബി തങ്ങൾ പറഞ്ഞില്ല. നീ ധാരാളമായി നോമ്പെടുത്തു എന്ന് നബി തങ്ങൾ പറഞ്ഞില്ല. നബി തങ്ങൾ പറഞ്ഞ ഒരേ ഒരു വാക്കുള്ളൂ, ഇത്തഖിൽ മഹാരിം. ഹറാമിനെ മോനെ നീ കാത്തു സൂക്ഷിച്ചോ, ഹറാമു നീ ചെയ്യല്ലേ, ഹറാമിലേക്ക് നീ അടുക്കല്ലേ. എന്നാൽ തകുൻ അബദന്നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ആബിദ് നീയായിരിക്കും. അങ്ങനെ
ഈ റമദാനിൽ നമുക്ക് ഹറാമിനെ നമുക്ക് സൂക്ഷിക്കണം. വേണ്ടാത്ത വീഡിയോസുകൾ, ഹറാമായ ചിന്തകൾ, വേണ്ടാത്ത വിചാരങ്ങൾ, വേണ്ടാത്ത വികാരങ്ങൾ എല്ലാം മാറ്റി നിർത്തി നല്ല സംശുദ്ധമായ കൽബോടുകൂടി നമുക്ക് ജീവിക്കണം. ഈ റമദാനിൽ അങ്ങനെയുള്ള ഒരു ജീവിതം നാം കൊണ്ടുവരണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ നമുക്ക് മറ്റൊന്നാണ്, റമദാനിൽ പ്രത്യേകിച്ചും ഇൽമിന്റെ സദസ്സുകൾ ധാരാളമായി നടക്കും. റമദാനിൽ ഓരോ വക്തിലും മുതഅല്ലിമുകൾ ഇൽമു പറയാൻ വേണ്ടി കടന്നു വരും. ആ ഇൽമിന്റെ സദസ്സിൽ നാം ഇരിക്കണം. ആ ഇൽമിന്റെ സദസ്സിൽ നാം സാന്നിധ്യം അറിയിക്കണം. സുബ്ഹാനല്ലാഹ്, ഇൽമിന് എന്തൊരു മഹത്വമാണ്. റമദാനിന് അതിന്റെ വോൾട്ടേജ് കൂടുകയാണ്. ഒരാൾ റമദാനിൽ ഒരു ഇൽമിന്റെ സദസ്സിൽ ഇരുന്നാൽ, മൻ ഹദറ മജ്ലിസൽ ഇൽമി ഫീ റമദാൻ ഖതബല്ലാഹു തആല ലഹു ബികുല്ലി ഖദമിൻ ഇബാദത സനാ. ഒരാൾ റമദാനിൽ ഒരു ഇൽമിന്റെ സദസ്സിൽ ഇരുന്നാൽ അദ്ദേഹത്തിന് ഓരോ കാൽപ്പാടിനും അല്ലാഹു തആല ഒരു കൊല്ലത്തിന്റെ ഇബാദത്ത് എഴുതുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, കഴിഞ്ഞില്ല വയകൂനു മഅീ തഹ്തൽ അർശി, എന്റെ കൂടെ നാളെ പരലോകത്ത് അർശിന്റെ ചോട്ടിൽ എന്റെ കൂടെയായിരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. ഇൽമിന്റെ മജ്ലിസിൽ, ഇങ്ങനെയുള്ള മജ്ലിസിൽ റമദാനിൽ നാം ഏത് തിരക്കുണ്ടെങ്കിലും നാം ഇരിക്കാൻ ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇദാ മാതൽ ഇൻസാനു ഇൻകത അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരാൾ ഈ ലോകത്തോട് വിട പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ എല്ലാ അമലുകളും നിലച്ചു പോകുന്നതാണ്. അദ്ദേഹത്തിന്റെ എല്ലാ ഗുഡ് ഡീഡ്സുകളും നിലച്ചു പോകുന്നതാണ്. അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിന്റെ വലിയ വലിയ കൊട്ടാരങ്ങൾ ഉപകാരത്തിന് വരികയില്ല. അദ്ദേഹത്തിന്റെ വലിയ വലിയ കാറുകൾ അദ്ദേഹത്തിന് ഉപകാരത്തിന് വരികയില്ല. വലിയ വലിയ കൊട്ടാരങ്ങൾ, വലിയ വലിയ അദ്ദേഹത്തിന്റെ സ്ഥലങ്ങൾ ഉപകാരത്തിന് വരികയില്ല. എല്ലാം നിലച്ചു പോയി. മൂന്ന് കാര്യമേ ബാക്കിയാവുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, സ്വദഖത്തിൻ ജാരിയ, ജാരിയായ സ്വദഖമാണ്. ഒന്നാമത്തത് ജാരിയായ സ്വദഖയാണ്. ഒരാൾ പള്ളി നിർമ്മിച്ചു കൊടുത്തു. ആ പള്ളി നിർമ്മിച്ചാൽ ആ പള്ളിയിൽ വെച്ച് ആരെല്ലാമാണോ നിസ്കരിക്കുന്നത്, ആരെല്ലാമാണോ ഖുർആൻ ഓതുന്നത്, ആരെല്ലാമാണോ ഇത്തികാഫിരിക്കുന്നത്, എല്ലാത്തിന്റെ സവാബ് ഇയാൾ മരിച്ചാൽ വിദ്യാർത്ഥിന്റെ അക്കൗണ്ടിലേക്ക് പോകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. രണ്ടാമതായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഔ ഇൽമിയും തഫൂബിഹി, ഉപകാരപ്രദമായ ഇൽമ്. സുബ്ഹാനല്ലാഹ്, ഞാൻ പഠിച്ചു, ഞാൻ അതിനെ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, അദ്ദേഹം മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഇതിന്റെ ചങ്ങല നീണ്ടുപോയാൽ ഞാൻ പഠിപ്പിച്ചത് കൊണ്ട് ആരെല്ലാമാണോ ഇബാദത്ത് എടുത്തത്, ഞാൻ പഠിപ്പിച്ചത് കൊണ്ട് ആരെല്ലാമാണോ അമലെടുത്തത്, ആരെല്ലാമാണോ പഠിച്ചത്, എല്ലാത്തിന്റെ സവാബ് ഞാൻ മരിച്ചാലും എന്റെ അക്കൗണ്ടിലേക്ക് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഔ വലദിൻ സാലിഹിൻ യദൂരഹു,
നല്ല സ്വാലിഹായ മക്കൾ. ഉപ്പ മരിച്ചാൽ ദുആ ചെയ്യുന്ന മക്കളുണ്ടോ? ഉമ്മ മരിച്ചാൽ യാസീൻ ഓതുന്ന മക്കളുണ്ടോ? എന്നാൽ മരിച്ചാലും കുഴപ്പമില്ല, അമലുകൾ ഖബറിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. അപ്പോൾ ഇൽമിന് അത്രയും മഹത്വമാണ്. നല്ല മക്കൾ, സ്വാലിഹായ മക്കൾ. നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മുടെ മക്കളെ നാം സ്വാലിഹീങ്ങളാക്കണം. ഉമ്മമാരെ, നാം എത്ര ഭൗതികം പഠിപ്പിച്ചാലും, ഏത് MBBS, ഏത് BCom, ഏത് MCom ആക്കിയാലും മക്കളെ ഭാവിയിൽ നമുക്ക് കിട്ടണോ? എന്നാൽ ദീൻ പഠിപ്പിച്ചേ തീരൂ. നാം മക്കൾക്ക് ദീൻ പഠിപ്പിക്കണം. ദീനില്ലാത്തത് കൊണ്ടാണ് നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ഇത്രയും കൊലപാതകങ്ങൾ ചെയ്യാൻ കാരണം ദീനില്ലാത്തത് കൊണ്ടാണ്. സ്വന്തം ഉമ്മനെ തിരിച്ചറിയാത്തത് ദീനില്ലാത്തത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. അത്രയും നമുക്ക് ദീൻ, നമ്മുടെ മക്കൾക്ക് ദീൻ നാം പഠിപ്പിക്കണം. മദ്രസയിലും മദ്രസ കഴിഞ്ഞാൽ വീണ്ടും നാം മുതല്ലിമായി അയക്കണം. ഇന്ന് എല്ലാവർക്കും ദീൻ പഠിക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ പഠിപ്പിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഖേദിക്കേണ്ടി വരും. നമ്മുടെ മോൻ ഏതോ ഒരു ചെക്കന്റെ കൂടെ ഓടിപ്പോകും. നമ്മുടെ മോൻ ഏതോ ഒരു ലവ് അഫെയറിന്റെ പേരിൽ ഓടിപ്പോകും. അങ്ങനെയുള്ള കാലമാണ്. ദീൻ പഠിപ്പിച്ചാലേ നമ്മുടെ മക്കളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ. ചെറുപ്പത്തിലെ പഠിപ്പിക്കണം നാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ മഹാനായ അറബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പറഞ്ഞ ഹദീസ്, ഈ മൂന്ന് കാര്യം, നിലച്ചു പോകാത്ത മൂന്ന് കാര്യം, സദഖത്തിൻ ജാരിയ, ഔ ഇൽമി യുൻതഫഉ ബിഹി, ഔ വലദിൻ സാലിഹിൻ യദൂ ലഹു, ഈ മൂന്ന് കാര്യം, ഈ മൂന്ന് കാര്യത്തെ കുറിച്ച് ആലിമീങ്ങൾ അവർ റിസർച്ച് ചെയ്യുകയാണ്. ഈ മൂന്ന് കാര്യത്തിൽ എന്നേക്കും നിലച്ചു പോകാത്ത കാര്യമുണ്ടോ? ഒരിക്കലും നിലച്ചു പോകാത്ത കാര്യമുണ്ടോ എന്ന് റിസർച്ച് ചെയ്യുകയാണ്. നാം ആദ്യമായി പറഞ്ഞ ഒരാൾ പള്ളി നിർമ്മിച്ചു കൊടുത്തു, സദഖത്തിൻ ജാരിയ. ഒരാൾ പള്ളി നിർമ്മിച്ചു കൊടുത്തു. ആ പള്ളി ഡെമോളിഷ് ചെയ്താൽ, ആ പള്ളി പൊളിക്കപ്പെട്ടാൽ, തകർക്കപ്പെട്ടാൽ അതിന്റെ സവാബ് നിലച്ചുപോയി. എന്നാൽ വലദിൻ സാലിഹിൻ യദൂ ലഹു, സ്വാലിഹായ മക്കൾ അവരുടെ കാലം കഴിഞ്ഞു പോയാൽ അതും നിലച്ചു പോകുന്നതാണ്. എന്നാൽ രണ്ടാമതായി പറഞ്ഞ ഇൽമു യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ ഇൽം ഒരിക്കലും നിലച്ചു പോകൂല. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു 100 ആൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്താൽ, ആ 100 ആളിൽ ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ 100 ആൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ, രണ്ടാമത്തെ സ്റ്റേജിൽ 10,000 കണക്കിന് ശിഷ്യന്മാരാവുകയാണ്. ഈ 10,000 പേരുകൾ അവരുടെ ജീവിതത്തിൽ 100 ആൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ അത് 10 ലക്ഷം, ലക്ഷക്കണക്കിന് ശിഷ്യന്മാരാവുകയാണ്. അതല്ലേ നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്. നമ്മുടെ ശൈഖുനാ സുൽത്താനുൽ ഉലമാ എംപി ഉസ്താദ്, അല്ലാഹു തആല ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അവിടുത്തെ ശിഷ്യഗണങ്ങൾ ഇന്ന് തീരുമോ? ഖിയാമത്ത് നാൾ വരെ നിലച്ചു പോകാത്ത ശിഷ്യഗണങ്ങളാണ്. ഒരിക്കലും ഇൽമി യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ ഇൽമാണ്. മഹത്തുക്കൾ ഏതോ കാലത്തിൽ കിതാബുകൾ രചിച്ചു വെച്ചു. ഇമാം നബവി റളിയല്ലാഹു അൻഹു ഏതോ കാലത്തിൽ കിതാബുകൾ രചിച്ചു വെച്ചു. ഇന്നും വായിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇന്നും ഓതപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. അതാണ് ഇൽമു യുൻതഫഉ ബിഹി, ഒരിക്കലും നിലച്ചു പോകൂല. അപ്പോൾ റമദാനിൽ നാം ഇൽമിന് നാം പ്രാധാന്യം നൽകണം. ഇൽമിന്റെ മജ്ലിസിന്, ഇൽമിന്റെ സദസ്സിന് നാം പ്രാധാന്യം നൽകണം. നമ്മുടെ എല്ലാ റമദാനിന്റെ ഓരോ ദിവസവും ഒരു ദിവസം പോലും ഇൽമിന്റെ
ഇൽമിന്റെ മജ്‌ലിസ് ഇല്ലാത്ത ദിവസം കടന്നു പോകരുത്. വലിയ മഹത്വമാണ് ഇൽമിന്, വലിയ മഹത്വമാണ് ഇൽമിന്റെ മജ്‌ലിസിന്, വലിയ മഹത്വമാണ് ആലിമീങ്ങൾക്ക്, വലിയ മഹത്വമാണ്, വലിയ പോരിശമാണ്. അല്ലാഹു തആല ആ നിലയ്ക്ക് ഇൽമുമായി ബന്ധപ്പെടാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ നമുക്ക് റമദാനിൽ പ്രത്യേകിച്ച് നമുക്ക് വേണ്ടത് സ്വലാത്ത് അധികരിപ്പിക്കണം. സ്വലാത്ത് ധാരാളമായി ചൊല്ലണം. റമദാനിൽ പ്രത്യേകിച്ചും ധാരാളമായി ഖുർആൻ ഓതാൻ കഴിയാത്തവർ അവർ സ്വലാത്ത് ചൊല്ലണം. ഇനി ഏതെങ്കിലും ജോലിയിൽ ഏർപ്പെടുകയാണെങ്കിൽ ആ സമയത്തും സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് എല്ലാത്തിനുമുള്ള പരിഹാരമാണ്. ഏത് കഷ്ടപ്പാടിനും, ഏത് പ്രയാസത്തിനും, ഏത് വേദനക്കും, ഏത് വിഷമത്തിനും പരിഹാരമാണ് സ്വലാത്ത്. ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഒരാൾക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ എന്റെ മേലുള്ള സ്വലാത്തിനെ അവൻ അധികരിപ്പിക്കട്ടെ. ആ സ്വലാത്തുണ്ടല്ലോ അത് എല്ലാ പ്രയാസങ്ങളെയും കെട്ടഴിക്കും. എല്ലാ പ്രയാസങ്ങളെയും, എല്ലാ ടെൻഷനെയും അത് തട്ടി ദൂരത്താക്കും. അത്രയും കഴിവുള്ളതാണ് സ്വലാത്ത്. റിസ്കിനത് വർദ്ധിപ്പിച്ചു തരും. സ്വലാത്ത് കൊണ്ട് പരിഹാരമാവാത്ത രോഗമില്ല, പരിഹാരമാവാത്ത ടെൻഷനില്ല, പരിഹാരമാവാത്ത വ്യസനമില്ല, പരിഹാരമാവാത്ത വേദനയില്ല. എല്ലാ മഹത്തുക്കളും അവർ വിജയിച്ചത് സ്വലാത്ത് കൊണ്ടാണ്. നമുക്കറിയില്ലേ, മഹാനായ ശാഫി ഇമാം, ആ ശാഫി ഇമാം വിജയിച്ചത് എങ്ങനെയെന്നറിയുമോ? ശാഫി ഇമാം വഫാത്തായപ്പോൾ മഹാനവറുകളുടെ ശിഷ്യൻ അബ്ദുൽ ഹക്കം എന്നവര് മഹാനായ ഉസ്താദിനെ കാണുകയാണ്, സ്വപ്നത്തിൽ കാണുകയാണ്. ആ സമയത്ത് ശിഷ്യൻ ചോദിക്കുകയാണ്, ഓ ഉസ്താദേ, ആഖിറത്തിലെ അവസ്ഥകൾ എങ്ങനെയാണ്? അല്ലാഹു തആല നിങ്ങളെ എന്ത് ചെയ്തു? ഖബറിലെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോൾ മഹാനായ ശാഫി ഇമാം പറയാണ്, റഹിമനി വഗഫറനി, അല്ലാഹു തആല എനിക്ക് പൊറുത്തു തന്നു, എനിക്ക് റഹ്മത്ത് ചെയ്തു തന്നു. ഒരു പുതിയ പുതുമാരിയിലേക്ക്, പുതിയ പെണ്ണിന്റെ അടുത്തേക്ക് എങ്ങനെയാണ് ആനയിച്ച് കൊണ്ടുപോവുക, അതുപോലെ എന്നെ സ്വർഗത്തിലേക്ക് ആനയിച്ച് കൊണ്ടുപോയി. ശിഷ്യൻ അത്ഭുതത്തോടുകൂടെ ചോദിക്കാണ്, ഇത്രയും വലിയ മഹത്വം നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? ആ സമയത്ത് ശാഫി ഇമാം പറയുന്ന ഒരു മറുപടിയുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ രചിച്ചൊരു കിതാബാണ് റിസാല എന്നുള്ളൊരു കിതാബ്. ആ കിതാബിന്റെ അവസാനത്തിൽ ഞാൻ ഒരു സ്വലാത്ത് എഴുതിയിട്ടുണ്ട്. ആ കിതാബിന്റെ അവസാനത്തിൽ ഞാൻ ഒരു സ്വലാത്ത് എഴുതിയിട്ടുണ്ട്. ആ സ്വലാത്തിന്റെ കാരണമായി ഞാൻ വിജയിച്ചു. സുബ്ഹാനല്ലാഹ്, ഒരു സ്വലാത്ത് കൊണ്ട് വിജയിച്ചു. ആ സമയത്ത് ശിഷ്യൻ അത്ഭുതത്തോടുകൂടെ ചോദിക്കാണ്, ആ സ്വലാത്ത് ഏതാണെന്ന് പറഞ്ഞു തരാമോ? ആ സമയത്ത് ശാഫി ഇമാം പറഞ്ഞൊരു സ്വലാത്ത്, വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ كلما ذكره الذاكرون وغفل عن ذكره الغافلون. എന്നൊരു സ്വലാത്ത് ഞാൻ എന്റെ കിതാബിന്റെ അവസാനത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു കാരണത്താൽ
എനിക്ക് വിജയം ലഭിച്ചു. സുബ്ഹാനല്ലാഹ്. ഏത് മഹത്തുക്കൾ നാം എടുത്താലും സ്വലാത്ത് കൊണ്ടാണ് അവർ വിജയിച്ചത്. അവരുടെ ജീവിതം അവർ വിജയിച്ചത് സ്വലാത്ത് കൊണ്ടാണ്. മഹാനായ ശിബിലി ഇമാം ഒരിക്കൽ തന്റെ അയൽവാസിയെ സ്വപ്നത്തിൽ കാണുകയാണ്. തന്റെ അയൽവാസി മരണപ്പെട്ട് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്റെ അയൽവാസിയെ സ്വപ്നത്തിൽ കാണുകയാണ്. മഹാനായ ശിബിലി ഇമാം അയൽവാസിയോട് ചോദിച്ചു, അല്ലാഹു തആല എന്ത് ചെയ്തു? ഖബറിലുള്ള അവസ്ഥ എന്താണ്? അല്ലാഹു തആല എന്ത് ചെയ്തു നിങ്ങളെ എന്ന് ചോദിച്ചപ്പോൾ ആ അയൽവാസി പറയാണ്, എന്റെ ഖബറിൽ എനിക്ക് ഭയാനകരമായ ഒരു സിറ്റുവേഷൻ, എനിക്ക് ഭയാനകരമായ ഒരു സാഹചര്യം വന്നപ്പോൾ രണ്ട് മലക്കുകൾ എന്റെ അടുത്തേക്ക് വന്നു. ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എനിക്ക് കിട്ടുന്നില്ല, നാവ് പിടക്കുകയാണ്, എന്റെ നാവ് പിടക്കുകയാണ്, എനിക്ക് കിട്ടുന്നില്ല, പറയാൻ കിട്ടുന്നില്ല. ഞാൻ ബേജാറിലായി, ഞാൻ വിഷമത്തിലായി, ദുഃഖത്തിലായി. അങ്ങനെ അതിൽപ്പെട്ട ഒരു മലായികത്ത് എന്നെ ശിക്ഷിക്കാൻ വേണ്ടി വന്നപ്പോൾ ആ സമയത്ത് ഒരാൾ വരികയാണ്. നല്ലൊരു ജമീലായ നല്ല ഭംഗിയുള്ള ഒരാൾ ആ ഖബറിലേക്ക് കടന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്. ഖബറിലേക്ക് കടന്നു വന്ന് എന്റെ ശിക്ഷയിൽ നിന്ന് മാറ്റി തന്നു. എനിക്ക് അത്ഭുതമായി പോയി, റാഹത്തായി പോയി. സുബ്ഹാനല്ലാഹ്. എനിക്ക് എന്തൊരു റാഹത്താണ്. എന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തി തന്നു. ആ സന്ദർഭത്തിൽ ആ വന്ന ആളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? എന്നെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ആ വന്ന ആ മനുഷ്യൻ പറയാണ്, അന മലക്കുൻ ഖലഖനി അല്ലാഹു മിൻ തവാബിസ് സ്വലാത്ത്. അല്ലാഹു തആല എന്നെ സ്വലാത്തിന്റെ പ്രതിഫലമായി സൃഷ്ടിച്ചതായ മലായികത്താണ് ഞാൻ. നിങ്ങൾ ധാരാളമായി ദുനിയാവിൽ ചൊല്ലിയതായ സ്വലാത്ത്, ആ സ്വലാത്ത് കാരണമായി അല്ലാഹു തആല എന്നെ സൃഷ്ടിച്ചതാണ്. അങ്ങനെയുള്ള ഒരു മലക്കാണ് ഞാൻ. നിങ്ങളെ ഞാൻ രക്ഷിക്കും. ഇവിടെ മാത്രമല്ല, ഇനി എല്ലാ സിറ്റുവേഷനിലും, ഇനി എല്ലാ ശിക്ഷകളിലും ഞാൻ നിങ്ങളെ രക്ഷിക്കും. നിങ്ങളെ സ്വർഗത്തിലേക്ക് അയക്കുന്നത് വരെ ഞാൻ നിങ്ങളുടെ ബാക്കിൽ തന്നെ ഉണ്ടാവും. അതാണ് സ്വലാത്തിന്റെ പവർ. സ്വലാത്ത് കൊണ്ട് രക്ഷപ്പെടാത്ത വിഷയമില്ല. എല്ലാ വിഷയത്തിനും സ്വലാത്ത് പരിഹാരമാണ്. അപ്പോൾ റമദാനിൽ നാം സ്വലാത്ത് കൊണ്ട് ധന്യമാക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ആ നിലക്ക് റമദാനിനെ നല്ല നിലക്ക് ഗുണമായി സാക്ഷി നിൽക്കുന്ന റമദാൻ ആവണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ പകയും എല്ലാ വിദ്വേഷവും ഒഴിവാക്കിക്കൊണ്ട് ആരോടും സംസാരിക്കാതെ മിണ്ടാത്ത ഒരു വിഷയം നമ്മിൽ വരാൻ പാടില്ല. അവനോട് മിണ്ടുന്നില്ല, ഇവനോട് മിണ്ടുന്നില്ല, അങ്ങനെ ഒരു വിഷയം നമ്മിൽ വരാൻ പാടില്ല. അല്ലാഹുവിന് നമ്മുടെ അമലിന്റെ ആവശ്യമില്ല. അങ്ങനെയുള്ളവരുടെ അമൽ അല്ലാഹുവിന് ആവശ്യമില്ല. അങ്ങനെ ആരോടും ഒരു വിദ്വേഷമില്ലാതെ നല്ല മുഖ്ലിസായ കൽബോടുകൂടെ, സലീമായ കൽബോടുകൂടെ റമദാനിനെ സ്വാഗതം ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.